ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള എക്സാമിൽ നിന്ന്, മെയിൻ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ബികോമിൻ്റെ മൈനർ ആയിട്ടുള്ള ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം മാർക്ക് 70 വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ലീഡർഷിപ്പ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ദി ടേം ഗ്രൂപ്പ് കൊഹസീവ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ടേം group dynamics. Next question, define motivation. Next, what is self-determination theory of motivation. Then next, what is SMART criteria for goal setting. Next, define communication. Next, define ethical leadership. Then next question, how can leaders foster a positive conflict resolution culture in the workplace. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ ആൻസേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾ അതിൽ പോയിട്ട് ആൻസറൊക്കെ നോക്കി പഠിക്കുക കേട്ടോ. ദെൻ സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവെയർനെസ് ഇൻ ലീഡർഷിപ്പ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് എ ടീം ഇൻ എ ബിസിനസ് എൻവയോൺമെൻറ്റ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സെൽഫ് മാനേജിംഗ് ടീംസ് ആൻഡ് ഡിസ്കസ് ദെയർ അഡ്വാൻറ്റേജസ്. Then next, explain the importance of goal setting. Next, explain Herzberg's two-factor theory and how it applies to workplace motivation. Then next question, what are the effective communication strategies? Then next question, explain the different types of conflict in team setting. Next question, explain the significance of digital leadership skills. അപ്പോൾ ഇതിൽ വന്ന ഈ ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ 6 മാർക്സ് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആൻസറൊക്കെ നോക്കി പഠിക്കുക. ഇനി സെക്ഷൻ സിയിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 10 മാർക്സിൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഒരു എസ്സേ എഴുതിയാൽ മതി. 2 എസ്സേന് ചോദിച്ചിട്ടുള്ളത്, ഒന്ന് വാട്ട് ആർ ദി തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻ ബിൽഡിംഗ് ആൻ എഫക്റ്റീവ് ടീം ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിങ്ങിൽ ചോദിച്ചിട്ടുള്ള, യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിങ്ങിൽ. അതിൽ സെക്ഷൻ എയിൽ വരുന്നത്, പാർട്ട് എയിൽ ഡിഫൈൻ ലീഡർഷിപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിഫൈൻ ലീഡർഷിപ്പ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കീ ഫീച്ചേഴ്സ് ഓഫ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. 3, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി transactional theory of leadership. Next, what is an autocratic style. Next question, explain the concept of self awareness in leadership. Names, provide an example. Next question, list out barriers to teamwork. Next question, what is group cohesiveness. Next question, what is Herzberg's two-factor theory of motivation. Then last question, what is a conflict resolution. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും തന്നെ നമ്മളുടെ പ്രീവിയസ്, ഇപ്പോൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിലും ഡിസ്കസ് ചെയ്തതിലും ഇതിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു പോവുക. ദെൻ സെക്ഷൻ ബി, അതായത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറീസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ടീംസ് ഇൻ ബിസിനസ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻവോൾവഡ് ഇൻ ബിൽഡിംഗ് ആൻ എഫക്റ്റീവ് ടീം. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദി കോർ കോമ്പണൻസ് ഓഫ് ടീം വർക്ക് ആൻഡ് ദി സ്കിൽ റിക്വയർഡ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മോട്ടിവേഷൻ. Then next question, explain the SMART criteria for goal setting with example. Next, describe effective communication strategies in leadership. Next, what are the emerging trends in leadership and team building processes. Then section സിയിൽ 2 ക്വസ്റ്റ്യൻ ആണ് എസ്സേ ടൈപ്പ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ടെക്നിക്സ് ഫോർ മാനേജിങ് കോൺഫ്ലിക്റ്റ് കൺസ്ട്രക്റ്റീവ്ലി ഇൻ എ ടീം എൻവയോൺമെൻറ്റ്. Then second question, compare different types of leadership styles. Okay, അപ്പോൾ ഇത്രയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ
അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒന്ന് മോട്ടിവേഷൻ നന്നായിട്ട് പഠിക്കുക, മോട്ടിവേഷൻ്റെ തിയറീസൊക്കെ നന്നായിട്ട് പഠിക്കുക. 2 ലീഡർഷിപ്പിൻ്റെ സ്റ്റൈല്, ലീഡർഷിപ്പിൻ്റെ ട്രൈറ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ് ആണ്. ടീം ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീം ബിൽഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്, ദെൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള മൈനറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ തന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ഇതെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ആ ക്ലാസ്സും അതേപോലെ തന്നെ ഈ ക്ലാസ് നോക്കിയിട്ട് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നന്നായിട്ട് നോക്കി പോവുക.